കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇന്ന് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കുപറ്റി. ഇന്നലെ രാത്രി അജ്ഞാത വാഹനം ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി തട്ടിമറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. വാരന്തരപ്പള്ളി സ്വദേശി കോപ്പാടൻ വീട്ടിൽ വിജയന്റെ മകൻ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. കേരള രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് നീങ്ങുന്നത് ആശ്വാസ്യമല്ലെന്ന് കെ മുരളീധരൻ. BJP നേതാവ് കൃഷ്ണകുമാറിനെതിരായ ആരോപണത്തിലായിരുന്നു പ്രതികരണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇന്ന് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കുപറ്റി. ഇന്നലെ രാത്രി അജ്ഞാത വാഹനം ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. പല അപകടങ്ങൾക്കും കാരണം വാഹനങ്ങളുടെ അമിത വേഗതയും ശ്രദ്ധയില്ലായ്മയുമാണെന്നാണ് ആരോപണം. മാളയിൽ വാഹനാപകടം, കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. മാള പെട്രോൾ പമ്പിന് സമീപം ഇന്ന് ഉച്ചയോടെയായിരുന്നു സംഭവം. മാളയിൽ നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ മതിലിൽ ഇടിച്ചതിനു ശേഷം എതിർദിശയിൽ നിന്നും വരികയായിരുന്ന ബൈക്കിൽ ഇടിച്ചു മറിയുകയായിരുന്നുവെന്ന് പറയുന്നു. അപകടത്തിൽ കാറിലും ബൈക്കിലും യാത്ര ചെയ്തിരുന്നവർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മാളയിലെയും കുണ്ടായിലെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. 8ഓളം വാഹനാപകടങ്ങളാണ് ഓഗസ്റ്റിൽ മാത്രം കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയിൽ മാള അഷ്ടമിച്ചിറ ഭാഗങ്ങളിൽ ഉണ്ടായത്. മീഡിയ ടൈം, മാള. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി തട്ടിമറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. വരന്തരപ്പള്ളി സ്വദേശി കോപ്പാടൻ വീട്ടിൽ വിജയന്റെ മകൻ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ആമ്പല്ലൂരിൽ അപകടത്തിൽ മറിഞ്ഞ ലോറിയിൽ ഇടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിൽ തട്ടുകയായിരുന്നു. അപകടത്തിൽ നിയന്ത്രണം വിട്ട ബൈക്ക് അതേ ദിശയിൽ നിന്ന് വന്ന ലോറിയുടെ അടിയിലേക്ക് മറിഞ്ഞു. ലോറിയുടെ പിൻചക്രം ബൈക്ക് യാത്രക്കാരന്റെ തലയിലൂടെ കയറിയിറങ്ങി. നാട്ടുകാർ ചേർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒല്ലൂരിലെ INTUC ചുമട്ടുതൊഴിലാളിയാണ് സുധീഷ്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെ മുതലാണ് 1ാം നിലയിൽ ആധുനിക സംവിധാനങ്ങളോടെ ഒരുക്കിയ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ 10 ഡയാലിസിസ് മെഷീനുകളാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. അടുത്ത ആഴ്ചയോടെ 5 മെഷീനുകൾ കൂടി ഒരുക്കും. 4 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്ത 5 നില കെട്ടിടം പൂർണ്ണമായി പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ നടന്നുവരുന്ന കേസിലെ വാദത്തിനിടയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ 30-നകം 1ാം നിലയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തിരക്കിട്ട യൂണിറ്റ് 2ാം നിലയിലേക്ക് മാറ്റിയത്. ഡയാലിസിസ് രോഗികൾക്ക് ചികിത്സ മുടങ്ങാത്ത വിധത്തിൽ ഞായറാഴ്ച സമയബന്ധിതമായ പ്രവർത്തനത്തിലൂടെയാണ് യൂണിറ്റ് 2ാം നിലയിലേക്ക് മാറ്റിയത്. ഇതോടെ താഴത്തെ നിലയും 1ാമത്തെ നിലയും മാത്രമാണ് പ്രവർത്തന സജ്ജമായത്. കുട്ടികൾക്കുള്ള ICU, മെഡിക്കൽ ICU, വൃദ്ധരോഗി പരിചരണം എന്നിവയ്ക്കായി സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ള മറ്റു നിലകൾ വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുകയാണ്. കെട്ടിടത്തിലെ പോരായ്മ പരിഹരിക്കുന്നതിനെക്കുറിച്ച് വിശദമായ രൂപരേഖ തയ്യാറാക്കാൻ ഹൈക്കോടതി നേരത്തെ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കേരള രാഷ്ട്രീയം ഒരു എ സർട്ടിഫിക്കറ്റിലേക്ക് നീങ്ങുന്നത് ആശ്വാസ്യമല്ലെന്ന് കെ മുരളീധരൻ. BJP നേതാവ് കൃഷ്ണകുമാറിനെതിരായ ആരോപണത്തിലായിരുന്നു പ്രതികരണം. ആരൊക്കെ എവിടെയൊക്കെയോ മതില് ചാടിയെന്ന് ചർച്ച നടക്കുന്നത് ഭൂഷണമല്ല. പാലക്കാട് ജനങ്ങൾ എന്തു ചിന്തിക്കും? ഇത്തരക്കാരാണ് രാഷ്ട്രീയക്കാരെന്ന് അവർ ചിന്തിക്കില്ലേ? ഇത്തരം കാര്യങ്ങൾ രാഷ്ട്രീയത്തിന് ഭൂഷണമല്ല. കൃഷ്ണകുമാറിനെതിരായ ആരോപണം സതീശന്റെ ബോംബല്ല. സതീശന്റെ ബോംബ് ഇത്തരം ചീള് കേസല്ല എന്ന് മുരളീധരൻ പറഞ്ഞു. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് കെ മുരളീധരൻ. മുകേഷിനെ 2 തവണ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ച ആളാണ് മുഖ്യമന്ത്രി. രാഹുലിനെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയും പോലീസുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അദ്ദേഹം പറയേണ്ട ഒരു മറുപടി, എന്തുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച മുഖ്യമന്ത്രി ഒരിക്കലല്ല 2 തവണ എന്തിന് മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കി? മാത്രമല്ല, ഒരു സ്ത്രീയോട് മോശമായി സംസാരിച്ചതിൻ്റെ പേരിൽ മന്ത്രിസ്ഥാനം പോയൊരു വ്യക്തിയെ 2ാമതും ക്യാബിനറ്റിലേക്ക് എടുത്തു. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉപദേശിക്കാൻ മുഖ്യമന്ത്രി വരണ്ട, അദ്ദേഹത്തിൻ്റെ ഉപദേശവും ഞങ്ങൾക്ക് ആവശ്യമില്ല.
ഇതേ നടപടി ബാക്കിയുള്ള രാഹുലിൻ്റെ കാര്യത്തിൽ നടപടി സർക്കാർ സ്വീകരിച്ചോട്ടെ, ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനുമില്ല. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ ഉപദേശിക്കാൻ വരണം. അല്ല, അത് വരുന്നുണ്ട്. അത് ഇങ്ങനത്തെ ബോംബൊന്നുമല്ല. ഇപ്പോൾ ചില പത്രത്തിൽ ചില ചാനലിൽ ഞാൻ കണ്ടു, സതീശൻ്റെ ബോംബാണ് കൃഷ്ണകുമാറിനെതിരെ. അങ്ങനത്തെ ചീള് കേസുള്ള ബോംബൊന്നുമല്ല. സർക്കാരിനെ കുറിച്ച്, സർക്കാരിൻ്റെ അഴിമതികളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അത് പുറകെ വരും. അഷ്ടമിച്ചിറ MCP സൂപ്പർ മാർക്കറ്റിൽ ഓണം ഓഫർ ആരംഭിച്ചു. അത്തം മുതൽ ഉത്രാടം വരെ കസ്റ്റമേഴ്സിനായി വമ്പൻ ഓഫറുകളാണ് നൽകുന്നത്. സ്പെഷ്യൽ ഉപ്പേരി മേളയിൽ കായ വറുത്തത് കിലോ 420, ശർക്കര വരട്ടി 360, കായ 4 വെട്ടി 430 എന്നിങ്ങനെ ഓഫർ വിലകളിൽ സ്വന്തമാക്കാം. കൂടാതെ അമ്പിസ്വാമി പായസം, പാലട 240, പരിപ്പ് 240, പഴം 260 വിലപ്രകാരം ലഭ്യമാക്കുന്നതിന് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നു. പഴങ്ങൾ, പച്ചക്കറികൾ, പലവ്യഞ്ജനങ്ങൾ തുടങ്ങി എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും മിതമായ നിരക്കിൽ ഉപഭോക്താക്കൾക്ക് ഇവിടെ നിന്നും സ്വന്തമാക്കാം. ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പച്ചക്കറി ചന്തയും പൂരാടത്തിനും ഉത്രാടത്തിനും വമ്പൻ പച്ചക്കറി ഓഫറുകളും ഉണ്ടായിരിക്കും. MCPയിൽ ഡെലിവറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ എല്ലാ MCP പ്രിയപ്പെട്ട കസ്റ്റമർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിൻ്റെ ഭാഗമായി 26-ാം തീയതി മുതൽ MCP സൂപ്പർ മാർക്കറ്റിൽ മെഗാ ഡിസ്കൗണ്ട് സെയിൽ ആരംഭിച്ചിരിക്കുകയാണ്. 26 മുതൽ ഉത്രാട നാൾ വരെ എല്ലാ ഐറ്റംസിനും വമ്പൻ വിലക്കുറവിൽ മെഗാ ഡിസ്കൗണ്ടാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഈ അവസരം നിങ്ങൾ MCPയോടൊപ്പം ഈ പൊന്നോണം ആഘോഷിക്കും. വസ്ത്രവ്യാപാര രംഗത്ത് മികച്ച പ്രവർത്തനം കൊണ്ട് മാളയിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനമനസ് കീഴടക്കിയ കേരള സിൽക്സ് ഈ ഓണക്കാലത്ത് ആഘോഷങ്ങൾ കളറാക്കുവാൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം ഒരുക്കിയിരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും അനുയോജ്യമായ ഏറ്റവും പുതിയ കളക്ഷനുകളാണ് ഓണത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഓണാഘോഷം ഗംഭീരമാക്കാം കേരള സിൽക്സിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട്. മുൻനിര ബ്രാൻഡുകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ വസ്ത്രങ്ങൾ സാധാരണക്കാർക്കും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വിലയിൽ കേരള സിൽക്സിൽ നിന്നും സ്വന്തമാക്കാം. കേരള തനിമയിൽ ലോകോത്തര നിലവാരത്തിൽ വസ്ത്രങ്ങളുടെ പുതിയ അനുഭവവുമായി ഉപഭോക്താക്കളുടെ ആഗ്രഹമനുസരിച്ച് വസ്ത്രങ്ങൾ വാങ്ങാം. ഇരുനിലകളിലായി മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന കേരള സിൽക്സിൽ വിവിധ ബ്രാൻഡുകളുടെ സാരികൾ, സെറ്റുമുണ്ടുകൾ, ചുരിദാറുകൾ, നൈറ്റികൾ തുടങ്ങി സ്ത്രീകളുടെ എല്ലാവിധ വസ്ത്രങ്ങളും കൂടാതെ പുരുഷന്മാരുടെയും കുട്ടികളുടെയും ഏറ്റവും പുതിയ മോഡലുകൾ ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശ്രേണിയാണ് ഒരുക്കിയിരിക്കുന്നത്. മനം നിറയ്ക്കുന്ന വിലക്കുറവും കളക്ഷനുകളും ഓണത്തിന് കേരള സിൽക്സ് സമ്മാനിക്കുന്നു. ബിസിനസ് ഡെസ്ക്, മാള. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കൊടുങ്ങല്ലൂരിൽ ബസ്സിൽ കുഴഞ്ഞു വീണ വയോധികന് തുണയായി ബസ് ജീവനക്കാരും സഹയാത്രികരും. അഴീക്കോട് കാര കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന അശ്വമേധം എന്ന ബസ്സിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. ഭാര്യയോടൊപ്പം ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന കാര സ്വദേശി പണിക്കശ്ശേരി അബ്ദുൽ ഖാദർ JTS ജംഗ്ഷനിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഡ്രൈവർ ഷക്കീർ, കണ്ടക്ടർ പ്രിയേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ അബ്ദുൽ ഖാദറിനെ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയ ശേഷം ബസ് യാത്ര തുടർന്നു. ബസ് ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടൽ സഹജീവി സ്നേഹത്തിന്റെ പ്രതീകമായി മാറി. സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിനായി കൊണ്ടുവന്ന കഞ്ചാവുമായി സ്കൂൾ പരിസരത്ത് നിന്ന് യുവാവ് പിടിയിൽ. 155 ഗ്രാം കഞ്ചാവുമായി മേലൂർ കുന്നപ്പള്ളി പനങ്ങാടൻ വീട്ടിൽ അഭിനവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം കൊരട്ടി സ്കൂൾ പരിസരത്ത് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണം ചെയ്യുന്നതിനായി നിരോധിത മയക്കുമരുന്നായ 1 കിലോ 155 ഗ്രാം കഞ്ചാവ് കൈവശം സൂക്ഷിച്ചു നിൽക്കുകയായിരുന്ന അഭിനവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. അഭിനവ് 2024 വർഷത്തിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനിലും പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലും കഞ്ചാവ് വിൽപ്പന നടത്തിയ കേസിലെ പ്രതിയാണ്. കൊരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ അമൃതരംഗൻ, സബ് ഇൻസ്പെക്ടർമാരായ ഷാജു OG, റെജിമോൻ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായ സതീശൻ മടപ്പാട്ടിൽ, PM മൂസ, ASIമാരായ സിൽജോ VU, റെജി AU, ബിനു MJ, സീനിയർ CPOമാരായ ഷിജോ തോമസ്, ശ്രീജിത്ത് EA,
കൊരട്ടി സ്റ്റേഷനിലെ സീനിയർ CPOമാരായ നിഖിലൻ, ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് NV എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പെരുമ്പിലാവ് സ്കൂൾ സംഭവത്തിൽ സർക്കാരും വിദ്യാഭ്യാസ മന്ത്രിയും ഇടപെടണമെന്നാവശ്യപ്പെട്ട് DYFI പെരുമ്പിലാവ് സ്കൂളിലെ ടീച്ചറുടെ വാട്സാപ്പ് സന്ദേശത്തിൽ വർഗീയ വിഷം കുത്തിവയ്ക്കാൻ ശ്രമിക്കുന്നുവെന്ന് DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ആരോപിച്ചു. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്വരമാണ് അധ്യാപികയ്ക്ക്. അധ്യാപികയെ ഇനി പഠിപ്പിക്കാൻ അനുവദിക്കരുത്, അവരെ പുറത്താക്കണം. മുസ്ലിം മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതനിരപേക്ഷ സന്ദേശം കുട്ടികൾക്ക് പകർന്നു നൽകാൻ ശ്രമിക്കണമെന്നും ശരത് പ്രസാദ് പറഞ്ഞു. ഇത്തരം മൗദൂദി ചിന്തകൾ പ്രചരിപ്പിക്കുന്ന അധ്യാപകരെ പുറത്താക്കണം. വിഭജന വിഭാഗീയ ചിന്തകൾ പ്രചരിപ്പിക്കുന്നവരെ സ്ഥാപനങ്ങൾ വെച്ചുപൊറുപ്പിക്കരുത്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതനിരപേക്ഷതയ്ക്ക് രാജ്യത്തിന് തന്നെയും മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മാള കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാളയിൽ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാള ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച മാർച്ച് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന യോഗം മുൻ MLA TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. തൃശ്ശൂരിലെ ഒരു പാതയും ഇല്ലാത്ത കുരിയച്ചിറ എന്നുള്ള സ്ഥലം മുതൽ ആമ്പല്ലൂര് കഴിഞ്ഞ് പുതുക്കാട് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ചാലക്കുടി മുതൽ 6 സ്ഥലങ്ങളിൽ 1 മണിക്കൂറിലധികം കാത്തുനിന്നു. എനിക്ക് തൃശ്ശൂരിലെ ഹയാത്ത് റീജൻസി ലുലു ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഞാനും എൻ്റെ സഹപ്രവർത്തകൻ ശ്രീ ബാലനും ഒരുമിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് അവിടെ 45 മിനിറ്റ് കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ അങ്ങോട്ട് ആകസ്മികമായി ഉണ്ടാകുന്ന ചില തടസ്സങ്ങൾ വരും. അതിന് ഈ പോക്കറ്റ് റോഡുകൾ, ഗ്രാമീണ റോഡുകൾ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടുപഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ അതിന് കുറച്ച് സൗകര്യങ്ങളുണ്ട്. ഗ്രാമീണ റോഡുകൾ പഴയ കാലത്ത് എന്നുള്ളത് പോലെ ഒരുവിധം ഉപയോഗപ്രദമായി ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ അധ്യക്ഷത വഹിച്ചു. ES സാബു, KK രവി നമ്പൂതിരി, TM നാസർ, OJ ജനീഷ്, ഹക്കീം ഇക്ബാൽ, VM മൊയ്തീൻ, PD ജോസ് എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, പൊട്ടിപ്പൊളിഞ്ഞെടുക്കുന്ന റോഡുകൾ പുനർനിർമ്മിക്കുക, ചക്ക് സംസ്കരണ ഫാക്ടറിയും കോഴിത്തീറ്റ ഫാക്ടറിയും പ്രാവർത്തികമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഓണത്തിന് 1 ലക്ഷം തൊഴിലെന്ന പദ്ധതിയുടെ ഭാഗമായി മാള ബ്ലോക്ക് പഞ്ചായത്ത് ദിശ 2025 എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷിജി യാക്കോബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു ഷാജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗീരാചന്ദ്രൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ, കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ആദർശ് എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ബഹുവർഷ പദ്ധതിയായി 46 ലക്ഷം രൂപ ചെലവഴിച്ച നവീകരണം പൂർത്തീകരിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റേഡിയം നാടിന് സമർപ്പിക്കുന്നു. ഓഗസ്റ്റ് 29 വൈകിട്ട് 4 മണിക്ക് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിക്കും. ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 46.2 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് യുവാക്കളുടെ കായിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സമർപ്പിക്കുന്നത്. അതിൽ നമുക്ക് 2021-22 സാമ്പത്തിക വർഷം മുതലാണ് നമ്മളിതിനു വേണ്ടി ജില്ലാ പഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഡിവിഷൻ മെമ്പറായിട്ടുള്ള ഡേവിസ് മാസ്റ്ററെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത്. 21-22 വാർഷിക പദ്ധതിയിൽ നമ്മുടെ 10.25 ലക്ഷം രൂപ ചെലവഴിക്കുകയും തുടർന്ന് 2023-24 സാമ്പത്തിക വർഷത്തിൽ 13.77 ലക്ഷം രൂപയും 24-25 16 ലക്ഷം രൂപയും 25-26 6 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി പൂർത്തീകരിച്ചുകൊണ്ട് ഈ വരുന്ന 29-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നമ്മുടെ കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ V അബ്ദുറഹിമാൻ മന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ഈ നിമിഷത്തിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് ശ്രീ VR സുനിൽകുമാർ അവர்களാണ് അധ്യക്ഷം വഹിക്കുന്നത്.
VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം കൃഷിഭവൻ മുഖേന നടപ്പിലാക്കിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ചാമക്കാല ബീച്ച് പാലസിന് സമീപത്തെ സ്ഥലത്ത് ഞായക്കാട്ട് ചന്ദ്രശേഖരനാണ് ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. 1000 ചെണ്ടുമല്ലി തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. തൈകളും വളവും പൂക്കൃഷി വ്യാപന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സൗജന്യമായാണ് നൽകിയത്. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK ഫൽഗുണൻ അധ്യക്ഷനായി. കൃഷി ഓഫീസർ KA മേഘ, കൃഷി അസിസ്റ്റന്റ് VC സിജി, ഡോക്ടർ ഐശ്വര്യ, PA ജമാൽ തുടങ്ങിയവർ പങ്കെടുത്തു. SNDP യോഗം പറവൂർ യൂണിയൻ ശ്രീനാരായണ ജയന്തി ആഘോഷ പരിപാടികൾ സെപ്റ്റംബർ 7 വരെ നടക്കുമെന്ന് യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണനും കൺവീനർ ഷൈജു മനക്കപ്പടിയും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓഗസ്റ്റ് 28-ന് ദിവ്യജ്യോതി വരവേൽപ്പും തുടർന്ന് ജ്യോതി പര്യടന സമ്മേളനം നടക്കും. 29, 30, 31 സെപ്റ്റംബർ 1, 2 തീയതികളിൽ ശ്രീനാരായണ ദിവ്യജ്യോതി പര്യടനം നടക്കും. സെപ്റ്റംബർ 7-ന് സാംസ്കാരിക ഘോഷയാത്രയും സമ്മേളനവും നടക്കും. സമാപന സമ്മേളനം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയാകും. മയക്കുമരുന്ന് കച്ചവടക്കാരൻ നിഷ്താഫിറിനെ പിറ്റ് NDPS നിയമപ്രകാരം 1 വർഷത്തേക്ക് തടങ്കലാക്കാൻ ഉത്തരവ്. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കേരള സംസ്ഥാന ആഭ്യന്തര വകുപ്പ് 1 വർഷത്തെ തടങ്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചത്. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ നിയമപ്രകാരമുള്ള ഈ വർഷത്തെ 5ാമത്തെ കരുതൽ തടങ്കൽ ഉത്തരവാണിത്. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ 1-ലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനുമുള്ള നിയമമാണ് പിറ്റ് NDPS ആക്ട്. കൊടുങ്ങല്ലൂർ പടാക്കുളം സ്വദേശി വൈപ്പിൻകാട്ടിൽ വീട്ടിൽ നിഷ്താഫിർ 2021 മുതൽ 2025 വരെ 4 മയക്കുമരുന്ന് ലഹരി കേസുകളിൽ പ്രതിയായി ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇയാളെ തടങ്കലിൽ ആക്കുന്നതിനായി ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. വെള്ളാഞ്ചിറ ഫാത്തിമ മാത LP സ്കൂളിന്റെ സുവർണ ജൂബിലിയോടനുബന്ധിച്ചുള്ള സുവർണം 2025 പരിപാടിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും അധ്യാപക ദിനാഘോഷവും നടത്തി. ദേശീയ അധ്യാപക ദിനത്തോട് മുന്നോടിയായി സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകർ, വെള്ളാഞ്ചിറ പ്രദേശത്തുള്ള വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വിരമിച്ച അധ്യാപകർ എന്നിവർക്കുള്ള ആദരവും ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജോ KR നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ആന്റോ പാണാടൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് മാഞ്ഞൂരാൻ, വാർഡ് മെമ്പർ ദിബിൻ പാപ്പച്ചൻ, മാനേജ്മെന്റ് പ്രതിനിധി റാഫേൽ വേരൻ പിലാവിൽ, സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് CJ തോമസ്, ജോയിന്റ് കൺവീനർമാരായ CA ജോബി, പ്രിജോ ആന്റണി, MPTA പ്രസിഡന്റ് അനു സെബാസ്റ്റ്യൻ, സ്കൂൾ ഹെഡ് മാസ്റ്റർ നിതിൻ ടോണി എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകര കൃഷ്ണൻകോട്ട ദേശീയപാതയിൽ വാഹന അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇന്ന് കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കുപറ്റി. ഇന്നലെ രാത്രി അജ്ഞാത വാഹനം ഇടിച്ച് വൈദ്യുതി പോസ്റ്റ് ഒടിഞ്ഞു. ദേശീയപാത ആമ്പല്ലൂരിൽ ടോറസ് ലോറി തട്ടിമറിഞ്ഞ ബൈക്ക് യാത്രക്കാരൻ മറ്റൊരു ലോറി ഇടിച്ചു മരിച്ചു. വരന്തരപ്പള്ളി സ്വദേശി കോപ്പാടൻ വീട്ടിൽ വിജയന്റെ മകൻ 44 വയസ്സുള്ള സുധീഷാണ് മരിച്ചത്. കേരള രാഷ്ട്രീയം ഒരു A സർട്ടിഫിക്കറ്റിലേക്ക് നീങ്ങുന്നത് ആശ്വാസ്യമല്ലെന്ന് K മുരളീധരൻ. BJP നേതാവ് കൃഷ്ണകുമാറിനെതിരായ ആരോപണത്തിലായിരുന്നു പ്രതികരണം. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.